49 എത്തിയിരിക്കുന്നത്. ഹരിയാനയിൽ എന്തായാലും കോൺഗ്രസിന് തന്നെയാണ് ഇപ്പോൾ മേൽക്കൈ. സർക്കാർ രൂപീകരിക്കുവാനുള്ള കേവല ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്, ഏതാണ്ട് ഉറപ്പിച്ചതുമാണ്. ഇപ്പോൾ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിൽ 18 സീറ്റുകളുടെ വ്യത്യാസവുമുണ്ട്. പക്ഷേ ജമ്മു കാശ്മീരിലും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം വ്യക്തമായ ലീഡ് തന്നെയാണ്. 55 എന്ന് പറയുമ്പോൾ PDPയുടെ ഒരു സഹായവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണ്ട. 3 സീറ്റുകളിൽ മാത്രമാണ് PDP ലീഡ് ചെയ്യുന്നത്. ഫലമാണോ ജമ്മു കാശ്മീരിൽ നിന്ന് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജമ്മു കാശ്മീരിൽ തൂക്ക് സഭയായിരിക്കുമെന്ന് ഏതാണ്ട് എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിച്ചെടുത്താണ് 55 എന്ന സേഫ് പൊസിഷനിലേക്ക് ഈ ഘട്ടത്തിൽ, അതായത് വോട്ടെണ്ണൽ ആരംഭിച്ച് 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ 55, 46 സീറ്റുകളിൽ വിജയക്കൊടി പാറിക്കാനായാൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കും. അവിടെയാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ചേർന്നുകൊണ്ട് 54 ടാലിയിൽ ചെറിയ വ്യത്യാസം, അതായത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ഏറ്റവും പുതിയ ലീഡ് നിലയെത്തിക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്ന BJP, ഇഞ്ചോടിഞ്ച് കട്ടയ്ക്ക് നിന്നിരുന്ന BJP പക്ഷേ ഇപ്പോൾ പകുതിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. പകുതിയിലും താഴെ എന്ന് പറയാം. BJPയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾ നഷ്ടമാകുന്ന, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്, 3 കേന്ദ്ര നേതാക്കളെയാണ് ജമ്മു കാശ്മീരിലേക്ക് ചർച്ചകൾക്ക് വേണ്ടി അയച്ചത്. അതിൽ ഈ മറ്റുള്ളവർ എന്ന അതേഴ്സ് എന്ന കോളമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഈ 10 പേരിൽ എത്ര പേരെ ഒരുമിപ്പിച്ച് നിർത്താൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും കണക്കുകൾ പരിശോധിക്കുമ്പോൾ 23ലേക്ക് 10 സ്വതന്ത്രർ കൂടി എത്തിയാലും 33 എന്ന നമ്പറിലേക്ക് മാത്രമേ എത്താൻ സാധിക്കുകയുള്ളൂ. അവിടെ ഇതാ അത്ഭുതപ്പെടുത്തുന്ന ടാലി. ജമ്മു കാശ്മീരിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റമാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ആയിരുന്നു BJPയും കോൺഗ്രസ് സഖ്യവുമെങ്കിൽ അത് മാറിമറിയുന്നു. വലിയ തോതിൽ ലീഡ് നില ഉയർത്തുന്നു. പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് ജമ്മു കാശ്മീരിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഉൾപ്പെടുന്ന സഖ്യം വിജയക്കൊടി പാറിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പക്ഷേ കശ്മീരിലെ വോട്ട് നില ഇനിയും അറിയേണ്ടതുണ്ട്. ജമ്മുവിൽ വലിയ മുന്നേറ്റം BJP നടത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ ജമ്മുവിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഡേറ്റകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് 35 വരെ സീറ്റുകളെങ്കിലും ജമ്മു മേഖലകളിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന വലിയ ആത്മവിശ്വാസം BJP പുലർത്തിയിരുന്നു. അങ്ങനെ ഒരു ടാലിയിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നില്ല. 23 എന്ന ടാലിയിലേക്ക് BJP ചുരുങ്ങുമ്പോൾ ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ജമ്മുവിലടക്കം BJPക്ക് പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു മുൻതൂക്കം നേടാൻ ഈ ഘട്ടത്തിൽ സാധിക്കുന്നില്ല. പക്ഷേ ലീഡ് നിലയാണ്, മാറിമറിയാം. 25 എന്ന നിലയിലേക്ക് BJPയുടെ ലീഡ് നില. പക്ഷേ ഹരിയാനയിൽ 7 പേർ മറ്റുള്ളവർ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഇപ്പോൾ ദേവേന്ദർ കദിയാനെ പോലെയുള്ള ആളുകൾ BJPയിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രനായിട്ട് മത്സരിച്ചതാണ്. അദ്ദേഹം ലീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 7 എന്നുള്ളത് സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് റെബലായിട്ട് മത്സരിക്കുന്ന ആളുകൾ കൂടുതലായിട്ടുമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരികയാണെങ്കിൽ ആ 7 അതിനിർണായകമാകും. കോൺഗ്രസിന് 46ലേക്ക് ഒറ്റയ്ക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അങ്ങനെ ഒന്നുകൂടി ഇവിടെ ഉണ്ട്. 48 കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ലീഡ് നില ഹരിയാനയിൽ. ഇനിയും വോട്ടെണ്ണാൻ ബാക്കി കിടക്കുകയാണ്. അപ്പോഴാണ് 48 സീറ്റുകളിൽ ലീഡ് കോൺഗ്രസിന്. ഹരിയാനയിൽ 32 സീറ്റുകളിൽ BJPക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 40ൽ നിന്നാണ് 32ലേക്ക് മാറിയിരിക്കുന്നത്. കോൺഗ്രസ് 48 എന്നുള്ളത് ഇപ്പോൾ കുറച്ച് നിമിഷങ്ങളായിട്ട് 50ന് മുകളിലായിരുന്നു. അതാണ് ഇപ്പോൾ 48ലേക്ക് ചുരുങ്ങിയത്. BJP 32, മറ്റുള്ളവർ 7. അഭിലാഷ്, അത് അതിനിർണായകമാവുകയാണല്ലോ. ഹരിയാനയിൽ 7 പേർ മറ്റുള്ളവരാണ്.